രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടി 10 ലക്ഷം ചെലവാക്കിയിട്ടും കുഞ്ഞ് നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മയോട് ഇൻഷാ അള്ളാ ആ കുഞ്ഞ് നടന്നിരിക്കും എന്ന് പറയുകയും നടന്നു കഴിഞ്ഞാൽ ഇന്നിടത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരണം എന്ന് പറയുകയും ചെയ്തു. ആ കുഞ്ഞ് നടന്നു എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത മൊബൈലിലേക്ക് വോയിസ് ആയിട്ട് വരുമ്പോൾ സത്യത്തിൽ തരിച്ചുപോയി. കാരണം അത്ഭുതങ്ങളുടെ കലവറയാണ് ഇസ്ലാം. പ്രത്യേകിച്ചും അത് സ്വാലിഹീങ്ങളായ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതും ഇന്നിവിടെ സംഭവിച്ചു. അങ്ങനെ നടക്കാത്ത കുട്ടി നടക്കുക, ക്യാൻസർ ബാധിച്ച രോഗികളുടെ അവരുടെ സ്റ്റേജുകൾക്ക് വ്യത്യാസം വരിക, രോഗങ്ങൾക്ക് വ്യത്യാസം വരിക. കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്ന് ഇന്നലെ രാത്രി മുതൽ ഒഴുകിയെത്തിയ ജനബാഹുല്യം, അവരുടെ പ്രശ്നങ്ങൾ സ്പോട്ടിൽ ഇവിടെ നടന്ന് സന്തോഷിച്ച് വയറുവേദന എടുത്ത സ്ത്രീയുടെ അവർക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളം 2-3 മിനിറ്റ് കൊണ്ട് വേദന മാറിയെന്ന് പറഞ്ഞത് കേട്ടത് ഞാൻ മാത്രമല്ലല്ലോ, ആയിരക്കണക്കിന് ജനങ്ങളല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ നാടുകളിൽ ഒരു 100ൽ 50% പോരാ, ഒരു 70% അന്തം കമ്മികളും അന്ധവിശ്വാസികളും വിവരമില്ലാത്ത കുറേ മനുഷ്യന്മാരും നിലകൊള്ളുന്ന സ്ഥിതിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പണിയൊന്നുമൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ പോയിട്ട് ഒരു മജ്ലിസ് തുടങ്ങൽ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം ഈറ്റകൾക്ക് ബുദ്ധി വെച്ചാൽ നടക്കൂല. അപ്പോൾ ഈ ബുദ്ധി ഇല്ലാത്ത കാലത്തോളം ഒരു പരിപാടി നടക്കണില്ലേ. ഇപ്പോൾ ഈ എന്താണ് അബു അലവിയോ വിദേശത്ത് വന്നു ജോലി ചെയ്ത് കുട്ടിയെ കൂടുന്നില്ല, കഴിയൂലേ. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ നാട്ടിലെത്തിയാൽ മതി എന്നാൽ ഈ നാട്ടിൽ പോയി ഹോട്ടലോ കാറ്ററിങ്ങോ ഒക്കെ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അതും പച്ച പിടിച്ചില്ല. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ആ വ്യക്തിക്ക് പണിയെടുത്ത് കുടുംബജീവിതം നയിക്കാൻ സാധിക്കൂല, കഴിയൂല എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റൂലെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ നാട്ടിൽ ഇത്രയും അന്തംകമ്മികളുണ്ടല്ലോ, അള്ളാഹു തആല ഒക്കെ സൽബുദ്ധി കൊടുക്കട്ടെ എളുപ്പത്തിൽ. അപ്പോൾ ഇവരൊക്കെ എന്താവും, പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയ പണിയാണ് എന്ത് ചെയ്യുക, താടി നീട്ടി വളർത്തുക, ഒരു പച്ച ഷാൾ അങ്ങോട്ട് അണിയുക, ഒരു റൂമിലൊന്ന് അലങ്കരിക്കുക, പട്ടക്ക വിരിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ മജ്ലിസ്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഒരെണ്ണം തെളിയിക്കാൻ വെല്ലുവിളിക്കുക റസാക്ക്, അബ്ദുറസാക്ക് പാലക്കാട് സൗദി അറേബ്യയിൽ അബഹില ജോലി ചെയ്യുന്നത്. ഒരെണ്ണം അബു അലവി പറഞ്ഞ വിഷയത്തിൽ ഒരെണ്ണം തെളിയിക്കാൻ വെല്ലുവിളിക്കുക. 10 ലക്ഷം ചെലവാക്കിയിട്ട് നടക്കാത്ത കുട്ടിയെ 10 ലക്ഷം ചെലവാക്കിയതിൻ്റെ ഡീറ്റെയിൽ, ആ കുട്ടിയുടെ പേര്, ജില്ല, വീട്ടുപേര്, സ്ഥലം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ പറഞ്ഞ് അതിൻ്റെ രേഖ തെളിയിക്കാൻ വെല്ലുവിളിക്കുക. 10 ലക്ഷം രൂപ മുടക്കിയിട്ട് നടക്കാത്ത കുട്ടിയോട് മൂപ്പര് പറഞ്ഞ് ഇൻഷാ അള്ളാ കുട്ടി നടക്കും, അങ്ങനെ നടന്നാൽ ഇവിടെ എത്തിക്കണം, നടന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരും. അത്രേ. നിങ്ങൾ മെസ്സേജ് ഒന്നും ഉണ്ടാക്കിയിട്ട് സൃഷ്ടിക്കേണ്ട. ആ കുട്ടിയുടെ പേര്, ഏത് ജില്ല, വീട്ടുപേര്, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആര്, നിങ്ങൾ ആർജ കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, അറിയിക്കണം. 1. 2, പിന്നെ ഇപ്പം എന്താ പറഞ്ഞ്, ക്യാൻസർ രോഗികൾ പിന്നെ ഒരുപാട് സ്റ്റേജ് മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ആർക്കോ വയറുവേദന വന്ന് 2-3 മിനിറ്റ് കൊണ്ട് വയറുവേദന മാറി എന്നുള്ളത് അവിടെ കൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾ കേട്ടി എന്നുള്ളതാണ്. വയറുവേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ മോചിസത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ച മുമ്പ് ഭക്ഷണം കഴിച്ചത് ശരിയാവാത്തത് കൊണ്ട് അതിശക്തമായിട്ടുള്ള വയറുവേദന ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അതും രാത്രിയാണ്. ഹോസ്പിറ്റലിൽ പോകാനും നിർവാഹമില്ല. ഞാൻ ചെയ്തത്, എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച്, എടാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഗ്യാസുള്ള എന്തെങ്കിലും സോഡയോ, അപ്പോൾ ഇവിടെ 2 റിയാലിൻ്റെ സോഡ കിട്ടും. അപ്പോൾ അതിലൊരു ചെറുനാരങ്ങ സംഘടിപ്പിച്ച് ഉപ്പും പിഴിഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ചെയ്തു, കുടിച്ച് കുറച്ചോനെ മാറ്റി തരണേ. അത് രാത്രിയല്ല, വേറെ വഴിയില്ല, 1 മിനിറ്റ് കൊണ്ട് മാറിയിരിക്കണം. നിങ്ങളുടെ 3 മിനിറ്റ് എടുത്തില്ലേ. അപ്പോൾ എനിക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മോജിസത്തായിട്ട് കൊണ്ടു നടക്കാം. വയറുവേദന ഉണ്ടോ, നേരെ ഇങ്ങോട്ട് പോന്നോളി, ഇതാ ഇന്ന സോഡ, ഇന്ന കമ്പനി സോഡ. ആ സോഡ കമ്പനിക്കാർ ലക്ഷങ്ങൾ ഉണ്ടാക്കൂലേ. എനിക്കിവിടെ ഹോൾസെയിലായിട്ട് ഇറക്കാമല്ലോ. ഇപ്പോൾ വയറുവേദന വന്നാൽ അത് ഹോസ്പിറ്റലിൽ പോയാൽ മാറും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം എന്താവും, അതിനെ പ്രതിരോധിക്കും. ഇപ്പോൾ ഒരു കടുത്ത തലവേദന വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നില്ലേ. പെട്ടെന്നൊരു പനി വന്നു, മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അതെന്താവും, മാറിയിട്ടുണ്ടാവും. അത് നമ്മുടെ ശരീരം എന്താണ്, പ്രതിരോധിക്കാൻ.
അല്ലാണ്ട് അബു അലബിയുടെ വന്ന ഒരാൾക്ക് വയറുവേദന വന്ന് വെള്ളം കുടിച്ചാൽ 3 മിനിറ്റ് കൊണ്ട് മാറിയെന്നുള്ളത് അതെന്താവൂല, തെളിവാവൂല. അപ്പോൾ വയറുവേദന വന്നാലും അത് മാറും. അതിപ്പോൾ മൂപ്പൻ്റെ വെള്ളം കുടിച്ച കൊണ്ടാണ് മാറി എന്ന് വരുത്തി തീർക്കാൻ മാത്രം പറയുന്ന നിങ്ങളൊക്കെ പൊട്ടന്മാരാണെങ്കിലും ഇത് കേൾക്കുന്ന ജനങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധികൾ കാണിക്കുക. പിന്നെ ഇസ്ലാം അത്ഭുതമാണ്. ഇസ്ലാം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് 300-ൽ പരം കൂടുതൽ അത്ഭുതങ്ങൾ നബിതങ്ങളുടെ ജീവിത ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവരുടെ കറാമത്തുകൾ, മോജിസത്തുകൾ. അല്ല, നിങ്ങൾ ഈ പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത നിങ്ങൾ കറാമത്തും മോജിസത്തും കൊണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതേ. അള്ളാഹിൻ്റെ റസൂല് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആഖിർ സമാനിൽ ഫളല്ലു, നിങ്ങളെപ്പോലുള്ള വഴി പഴച്ച ആളുകൾ എന്താവും, രംഗത്ത് വരും. പിന്നെന്താ പറഞ്ഞ്, ഫഅലല്ലു, നിങ്ങൾ കുറേ ആളുകളെ വഴി പഴപ്പിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അത് വിവരമില്ലാത്ത കൗമിന് എന്താവൂല, തിരിയില്ല. വിവരമുള്ളവർക്ക് മനസ്സിലാകും. ദീനിൽ അത്ഭുതങ്ങളുണ്ട്, അതേപോലെ കറാമത്തുകളുണ്ട്, മോചിസത്തുകളുണ്ട്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, നിരവധി പണ്ഡിതന്മാർ പഠിച്ച് പഠനത്തിൽ വിധേയമായി പഠനം പൂർത്തിയായി അത് പണ്ഡിതന്മാരുടെ ഏറ്റവും ഉയർന്ന പണ്ഡിതന്മാർ അവർക്ക് അതിൽ അനുവാദം കൊടുത്ത് അവർ പഠിപ്പിക്കുന്ന ആശയമുണ്ട്, ആദർശങ്ങളുണ്ട്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇതുപോലെ പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ആളുകൾ രംഗത്ത് വന്നിട്ട് പച്ച ഷോളും അണഞ്ഞിട്ട് പിന്നെ തൊപ്പിയും കുപ്പായും താഴെയൊക്കെ നീട്ടി വരച്ചിട്ട് ഇതാണ് അതാണ് അത്ഭുതങ്ങളാണ് പച്ച നുണ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ മാത്രം ജനങ്ങളെ നിങ്ങൾ അത്രയ്ക്ക് വിഡ്ഢികളായി പോകരുത് എന്ന് ഉണർത്താണ്. ഇനി വേറൊരു ടീമുണ്ട്, കേട്ടോളി. പറക്ക മറ്റവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റാനേ. കണ്ടില്ലേ, ഈ മനുഷ്യന് സ്ഥിതി അതന്നെയാണ്. ഈ മനുഷ്യൻ ആറ്റക്കോയ എന്താണ്, ഫുള്ള് ഉടായിപ്പല്ലേ. ആറ്റക്കോയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എത്തിമക്കളെ കെട്ടിക്കുന്നുണ്ട്, വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണ്, 50 ലക്ഷം കിട്ടുമ്പോൾ 25 ലക്ഷം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അത് ചോറ് തിന്നുന്ന ആർക്കാ മനസ്സിലാവാത്തത്? പിന്നെ മൂപ്പൻ്റെ തട്ടിക്കൂട്ടി എന്നുള്ളത്, മൂപ്പൻ്റെ ഗ്യാങ്ങിൽ തന്നെ കുറേ പെണ്ണുങ്ങളുണ്ട് അഡ്മിന്മാരായിട്ട്, സൂറ, ഖദീജ, സൈനബ, ആമിന എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം സൂറാനെ വിളിച്ചു പറയും, സൂറ ഇന്ന ദിവസം വെച്ച് വായിട്ടോ, ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പറയും. എന്താണ്, ഭർത്താവ് ഇത്രയും കാലം കള്ളുകൂടി നിന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഖദീജനെ വിളിക്കാം, ഖദീജ ഇജ്ജ് ഇന്ന ദിവസം വായിട്ടോ, എനിക്കൊരു വീഡിയോ ചെയ്യണം. എന്താണ്, ഭർത്താവ് പിന്നെ ഗൾഫിൽ ജയിലിലായിരുന്നു, ഇവിടെ വന്നതുകൊണ്ട് മാറി. അങ്ങനെ ഓരോന്ന് മൂപ്പര് എന്താണ്, ഇതൊന്നും നിങ്ങളുടെ വിചാരം എന്താ, നിങ്ങൾ കണ്ണ് ചെമ്പിയിട്ട് അങ്ങോട്ട് പാല് കുടിച്ചാൽ വേറെ ആരും കാണൂല എന്നാ? ഇത്രയ്ക്ക് പൊട്ടന്മാരായി പോയല്ലോ നിങ്ങൾ. എന്നാണ് ഇയാൾ തങ്ങളായിട്ട് അറിയപ്പെട്ടത്? എന്നാണ് ഇയാൾ ഈ പരിപാടിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്? ഇതിന് മുമ്പ് ഈ വ്യക്തി ആരായിരുന്നു? ടാക്സി ഓടിയിരുന്നു, എവിടെയൊക്കെ എന്തൊക്കെയൊക്കെ പണിയെടുത്തിരുന്നു. അതൊന്നും നടക്കണില്ല. പിന്നെ അങ്ങനെ ചാനൽ തുടങ്ങിയ അള്ളാഹു മുസല്ലി ഒന്നും പറയണില്ല. ഏതായാലും അള്ളാഹു തആല ഇവർക്കും ഇവരുടെ പിന്നാലെ കൂടുന്നവർക്കും അള്ളാഹു തആല സൽബുദ്ധിയും ഹിദായത്തും കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.